പടത്തിനെക്കുറിച്ച് പൊതുവെയുള്ള അഭിപ്രായം കേട്ടപ്പോൾ ഞാൻ ഓർത്തു അട്ടർ വേസ്റ്റ് പടമായിരിക്കും എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് ഞാനിരുന്നത്. പക്ഷെ കണ്ടപ്പോൾ എനിക്ക് അത്ര ബോറായിട്ടൊന്നും തോന്നിയില്ല. ഒരു കൊച്ചു പടം, നല്ല നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കാം, എന്നെ അത്ര ബോറടിപ്പിച്ചൊന്നുമില്ല. നമ്മുടെ സ്ഥിരം ഗൗതം വാസുദേവനോൻ്റെ ഒരു ടെംപ്ലേറ്റ് സംഭവം പോലെയൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അതിൽ നിന്ന് കുറച്ച് താഴത്തേട്ട് ഇറങ്ങിയിട്ടുണ്ട്, എന്നാൽ മേളിലേട്ട് ഗ്രാഫ് കയറിയിട്ടൊന്നുമില്ല. പിന്നെ ഒരു കൊച്ചു പടമാണ്, ഒരു വളരെ ലോ ബജറ്റിൽ ചെയ്ത ഒരു പടം. ആകെ മമ്മൂട്ടിയുണ്ട്, ഗോകുൽ സുരേഷുണ്ട്, അങ്ങനെ 3-4 ക്യാരക്ടേഴ്സൊക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ടി ഒരു കൊച്ചു പടം. അധികം ലൊക്കേഷൻസ് ഒന്നുമില്ല, അവിടെ ഇവിടെയൊക്കെ തന്നെ. ഒരു മൂന്നാർ വരെ പോകുന്നുണ്ട്, ഒരു കൊച്ചിയുണ്ട്, ഇത് രണ്ടും ഉള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സംഭവമൊക്കെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈം അന്വേഷിച്ച് പോകുന്ന രീതിയൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ട അവിഹിത കഥ അല്ലെങ്കിൽ അങ്ങനത്തെ ഇത് അതുപോലത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോകുന്നത്. എന്നാൽ ഒട്ടും സീരിയസ് അല്ലാതെയാണ് പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. ആ ഒരു രീതിയിൽ മമ്മൂട്ടിയുടെ ക്യാരക്ടർ അതുപോലത്തെ ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ഒരു കോമഡി തരത്തിലുള്ള ഒരു സംഭവം വെച്ച് ഇങ്ങനെ പോകുന്നു. പിന്നെ ഈ പറയുന്ന മെയിൻ കഥയിലിട്ട് കയറുന്നു. അവിടെയും പ്രത്യേകിച്ച് വലിയ സീരിയസ് ആയിട്ടൊന്നും അന്വേഷിക്കണ ആ ഒരു സംഭവം ഒന്നല്ല കാണിക്കുന്നത്. പുള്ളിയുടെ ഹോൾഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പുള്ളി ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയാണ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ് പുള്ളി കവർ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിച്ച് അങ്ങനെ ഒരു തരത്തിൽ ഇങ്ങനെ പോകുന്നു. നമ്മുടെ കാഴ്ചപ്പാടിൽ, അതായത് എൻ്റെ കാഴ്ചപ്പാടിൽ പടം കുഴപ്പമൊന്നുമില്ല. തുടക്കത്തിൽ ഒരു 15 മിനിറ്റത്തോളം നമുക്കൊരു ചെറിയൊരു വലിപ്പിക്കലല്ല, എന്തോ പോലെയൊക്കെ തോന്നും നമുക്ക്. ഇനിയിപ്പോൾ എന്നാ പറഞ്ഞേ, ഒട്ടും മച്ചയോടല്ലാത്തൊരു ഡയറക്ഷനും കാര്യങ്ങളൊക്കെ, ഇത് ഇവർ തന്നെയാണ് ഈ പടം എടുത്തതെന്നുള്ള ഒരു തോന്നലൊക്കെ നമുക്ക് ചില സമയത്ത് തോന്നും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നൈസായിട്ടിരുന്ന് പടം കാണുവാണെങ്കിൽ അത്യാവശ്യം എൻജോയ് ചെയ്യാനുള്ള പടം ഉണ്ട്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. പിന്നെ എടുത്തു പറയാത്തൊക്കെ പോസിറ്റീവോ നെഗറ്റീവുകളോ ഒന്നും തന്നെ പടത്തിനകത്ത് വലിയ കാര്യമായിട്ടും ഇല്ല. അതാ പറഞ്ഞു, ഒരു ആവറേജ് മിഡ് ലെവലിൽ ഇങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ പൊക്കി പറയാനും വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാൽ താത്തി പറയാനായിട്ടും അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഒന്നും നോക്കാനില്ല, എല്ലാവരും പോയി താല്പര്യമുള്ളവർ പോയി പടം കാണുക. കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം നമ്മുടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ ബൈ, നമ്മൾ അടുത്ത പടമായിട്ട് പിന്നെയും കാണാം.